ഒരുപാട് നാളുകൾ നീണ്ട രക്തച്ചൊരിച്ചിൽ അതിനാണ് വിരാമമാകുന്നത്. നേരത്തെ സൂചിപ്പിച്ച വാർത്തയുടെ അപ്ഡേഷനിലേക്ക് നമ്മൾ പോവുകയാണ്. 3 ഇസ്രായേലി ബന്ദികളെ ഹമാസ് ഇപ്പോൾ കൈമാറിയെന്നാണ് റെഡ് ക്രോസിന്റെ സ്ഥിരീകരണം. 3 പേരെയും ഉടൻ ഗസ അതിർത്തിയിൽ എത്തിച്ച് ഇസ്രായേൽ സേനയ്ക്ക് കൈമാറും എന്നുകൂടി റെഡ് ക്രോസ് ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. വിഷ്ണു എസ് വിജയൻ ഇപ്പോൾ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, ഈ കൈമാറ്റം സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ വിഷ്ണു? ഉന്മേഷ്, നമുക്കിപ്പോൾ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് 3 ബന്ദികളെയാണ് ഇപ്പോൾ ഹമാസ് റെഡ് ക്രസൻറ്റിന് കൈമാറിയിരിക്കുന്നത്. ഇവരുമായിട്ടുള്ള വാഹനം ഇസ്രായേലി സേനയുടെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ 3 വനിതകളാണുള്ളത്. ഈ 3 വനിതകളെ റെഡ് ക്രസൻറ്റ് ഇസ്രായേലി സൈന്യത്തിന് കൈമാറും. അതിനുശേഷം ഇവരുടെ ആരോഗ്യ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയതിനു ശേഷമായിരിക്കും ഈ ബന്ദി കൈമാറ്റത്തിൽ ഇസ്രായേൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം നടത്തുന്നത്. ഇന്ന് 3 മണിക്കൂർ വൈകിയാണ് ഇന്ന് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. ആശയക്കുഴപ്പങ്ങളും ആശങ്കകളും ഒരുപാടുണ്ടായിരുന്നു. അതായത് ഈ 3 ബന്ദികളെ പുറത്തിറക്കുന്നതിന് മുൻപായി ഹമാസ് ഈ വിവരങ്ങൾ കൈമാറിയില്ല എന്നായിരുന്നു ഇസ്രായേൽ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ബന്ദി കൈമാറ്റത്തിൽ ഒരു അവ്യക്തത നിലനിന്നിരുന്നു. ഈ അവ്യക്തത മാറിയതോടുകൂടി റെഡ് ക്രസൻറ്റിൻ്റെ ഒരു വാഹനം ഇവരുടെ ഹമാസിൻ്റെ താവളത്തിലേക്ക് എത്തുകയും അവിടെ നിന്ന് ബന്ദികളുമായി ഈ വാഹനം തിരിച്ച് ഇസ്രായേൽ സേനയുടെ അടുത്തേക്ക് എത്തുകയായിരുന്നു എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന ആദ്യത്തെ വിവരം. ശരി വിഷ്ണു. വിഷ്ണു എസ് വിജയനാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ സമാധാനം പുലരുകയാണ്. ഗസയിൽ ബന്ദികളെ കൈമാറുന്നു. അപ്പോൾ അങ്ങനെ അതിന് തുടർച്ചകൾ ഉണ്ടാകട്ടെ, ഗസയിൽ സമാധാനം പുലരട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. പ്രേക്ഷകരൊക്കെ ആ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട്. ജിയോ പറയുന്നത് ഇനി റഷ്യ യുക്രൈൻ യുദ്ധം കൂടി നിർത്താൻ പ്രവർത്തിക്കണം, ലോകത്തിൽ സമാധാനം പുലരട്ടെ, യുദ്ധം ദുഃഖമേ വിതയ്ക്കൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇപ്പോൾ വരുന്നത്. യൂട്യൂബിൽ ആശ പറയുന്നുണ്ട്, എത്രയോ ജീവനുകളെ എടുത്ത് ബാക്കിയുള്ള ജീവനുകൾക്ക് സമാധാനമായി അവരൊന്ന് അന്തിയുറങ്ങട്ടെ, സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ പറക്കട്ടെ എന്നാണ് ആശയുടെ പ്രതികരണം ഇപ്പോൾ വരുന്നത് യൂട്യൂബിൽ.